വായക്കൊക്കെ അത്ര രുചിയില്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് കൂട്ടാൻ തോന്നുന്ന ഒരു കറിയാണ് കുരുമുളകിട്ട ചിക്കൻ. നല്ലോണം ചെറിയുള്ളിയും കുരുമുളക് ചതച്ചതൊക്കെ ഇട്ടാൽ ഈ കറി പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകൾ നോക്കാം. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ചുവന്നുള്ളി ധാരാളം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ ഒരു 10-30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ള മസാലകൾ, പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ മുളക് പൊടി കുറച്ചെടുത്തിട്ട് കുരുമുളക് പൊടി കൂടുതൽ എടുക്കാം. എന്നിട്ട് പിന്നെ ഈ പൊടികളെല്ലാം കൂടെ ചെറു തീയിലൊന്ന് വറുത്തെടുക്കണം. അതായത് എണ്ണയൊന്നും ഉപയോഗിക്കരുത്. അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് പറയില്ല, അപ്പോൾ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മൂപ്പിച്ചെടുത്ത പൊടികളുണ്ടല്ലോ, ഈ പൊടികളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഒരു 10-20 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി, നമ്മൾ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടിയോ അല്ലെങ്കിൽ അതുപോലെ മൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ചെറു തീയിലിട്ട് വാട്ടിയെടുക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കണം, തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ രുചിയെ മാറിപ്പോവും. അപ്പോൾ ചെറു തീയിലിട്ട് വാട്ടി ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ വാട്ടുക. ഇളം ബ്രൗൺ നിറമായി വന്നാൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങളുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, ഇളക്കി മറിക്കുക. ആ സമയത്തും തീ കുറവായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഈ ചിക്കണിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വേവേണ്ടത്. അതാണ് ഇതിനൊരു പ്രത്യേക സ്വാദ് കൊടുക്കുന്നത്. അപ്പം തീ ഏറ്റവും മിനിമത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടിക തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് പോകും. അപ്പം എന്നിട്ട് വെന്താന്ന് നോക്കിയിട്ട് വേവാകുമ്പോൾ നമ്മൾ കുറച്ച് ചതച്ച കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി ഒന്ന് ഇളക്കി മറിച്ച് നമ്മുടെ തീ ഓഫാക്കാം. നമ്മുടെ കുരുമുളകിട്ട ചിക്കൻ റെഡിയായി. ആ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ മണം മൂക്കിലടിച്ച് കയറിയാൽ പിന്നെ ഒട്ടും ക്ഷമയുണ്ടാവില്ല. ചൂടോടുകൂടെ തന്നെ കഴിക്കാം. ഈ കുരുമുളകിട്ട ചിക്കൻ വരട്ട് കഴിച്ചാൽ നമ്മുടെ വായക്ക് രുചിയില്ലായ്മയൊക്കെ പമ്പ അടക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.